ബന്ധനം എന്നുള്ളൊരു വാക്കുകൊണ്ട് അക്ഷരീകാർത്ഥമല്ല, ആത്മീക ജീവിതത്തിൽ ബന്ധനങ്ങളുണ്ട്. എന്താണ് ബന്ധനമെന്നറിയാമോ? കർത്താവിനോട് നമുക്കിന്ന് ചോദിക്കാം. യേശു ഒരിക്കൽ ഈ സംശയത്തിനൊരു മറുപടി കൊടുത്തു. ശിഷ്യന്മാർക്കും കൂടി വന്ന ജനങ്ങൾക്കുമെല്ലാം ഈ ബന്ധനം എന്നുള്ളൊരു വാക്കുകൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് അറിയാതിരിക്കുമ്പോൾ കർത്താവ് ഈ ബന്ധനത്തെക്കുറിച്ച് പറഞ്ഞു. വായിക്കാൻ നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ആത്മീക അർത്ഥത്തിലേക്ക് കടന്നു വരാം. നമ്മളെ ദൈവം വിളിക്കുകയാണ്, നിങ്ങൾ ബലവാനാണ്. എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണ്, നീ ബലവാനാണ്. ഈ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും വിളിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ബലമുള്ളവരായിട്ടാണ് കാണുന്നത്, ബലഹീനരായിട്ടല്ല, ബലമുള്ളവർ. എന്തുകൊണ്ട് ബലവാനായിട്ട് കാണുന്നു? നമ്മൾ പല പരിശോധനകളിൽ നിലനിന്നവരാ, കഷ്ടങ്ങളിൽ നിലനിന്നവരാ, കർത്താവിനെ ത്യജിച്ചു പറഞ്ഞവരല്ല. അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ, വേദനകളെയൊക്കെ തരണം ചെയ്ത് നമുക്കാകുന്ന രീതിയിൽ നാം കൃപയിൽ ആശ്രയിച്ച് വരുന്നവരാ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വിളിക്കുന്നു, നീ ബലവാനാണ്. പക്ഷെങ്കിൽ നിന്നിൽ നിന്ന് ഈ ബലം എടുത്തു കളയുവാൻ, ഇങ്ങനെ നാം ദൈവസന്നിധിയിൽ ബലമുള്ളവരായി തീർന്നുകൊണ്ട് നാം സമ്പാദിച്ചിരിക്കുന്ന അനേക സമ്പാദ്യങ്ങളുണ്ട്. ഈ ലോകത്തിലെ സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും മുത്തുകളെക്കാളും ദ്രവ്യങ്ങളെക്കാളും വിലയേറിയത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിലയേറിയ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ ഉള്ളതായ വിശ്വാസം വിലയേറിയ മുത്തുകളെക്കാൾ വിലയുള്ളതാണ്. ആ വിശ്വാസം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ശത്രു നമ്മെ, ഈ ബലവാനെ പിടിച്ചു കെട്ടും. എങ്ങനെയാണ് പിടിച്ചു കെട്ടുന്നതെന്ന് അറിയാമോ? അനേക പരിശോധനകൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവരും. നമ്മളുടെ മുൻപിൽ അനേക പരിശോധനകൾ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ തനിയേ ഉള്ളൂ എന്ന് ഉള്ളതായ ഒരു ബോധ്യം. ഒരു വീട്ടിൽ ഒരു കള്ളൻ കവർച്ചയ്ക്ക് കയറിയാൽ തീർച്ചയായിട്ടും അവൻ അറിയാം ആ ഭവനത്തിൽ വിലയേറിയ വസ്തുക്കൾ ഉണ്ട് എന്ന്. എന്നാൽ ആ വസ്തുക്കൾ എടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ ബലവാന്മാർ അവിടെയുണ്ട്. അവർ ഏത് രീതിയിലും അവർ പ്രതിരോധിക്കും. എന്നാൽ കള്ളൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ഭവനത്തിലുള്ളതായ ബലവാന്മാരെ ആദ്യം നോക്കും. എതിർത്ത് നിൽക്കുവാനും അവരെ ഉപദ്രവിക്കുവാനും കഴിവുള്ള, തടസ്സം നിൽക്കുവാനുള്ളതായ ബലവാന്മാർ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ച് കെട്ടും. അവരെ ബന്ധനത്തിലാക്കിയതിന് ശേഷം വിലയേറിയ വസ്തുക്കളൊക്കെയും കവർച്ച ചെയ്യും. ആ ഭവനത്തെ മോഷ്ടാവ് വളരെ അധികം അത് ശൂന്യമാക്കി കളയും. ദൈവത്തിന് സ്തോത്രം. അതാണ് കർത്താവ് ആത്മീകമായ ഭാഷയിൽ പറയുന്നത്. ബലവാന്മാരായ നമ്മളിൽ നിന്ന് നമ്മുടെ വിലയേറിയ വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ, എടുത്തുകൊണ്ടു പോകുവാൻ പിശാച് കൊണ്ടുവരുന്നതായ തന്ത്രങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ അല്ലെങ്കിൽ ആപത്തോ വാളോ എന്തു വന്നിരുന്നാലും ശരി, എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ശത്രു എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് വലിയൊരു ബുദ്ധി ചെലുത്തി. എന്താണെന്നറിയാമോ? തിമോഥെയോസിനോട് ആ ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. മോനെ തിമോഥെയോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി, അവൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കുന്നതായ ഉപനിധി എനിക്ക് വേണ്ടി എൻ്റെ ശത്രു എടുത്തുകൊണ്ട് പോകാതെ അവസാനം വരെയും സൂക്ഷിക്കുവാൻ ശക്തനെന്നറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരുത്തിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ അർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. ആ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ ആ ബാങ്കിൽ എനിക്ക് വലിയൊരു വിശ്വാസമുണ്ട്. ഒരുത്തർക്കും തുരന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ കഴിയാത്തതായ വലിയൊരു പവർ ഹൗസ്. യെസ്, അവിടെ നിന്ന് ആർക്കും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുകയില്ല. അവിടെ നിന്ന് ആർക്കും മോഷ്ടിക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ കരുത്തിൽ അവൻ്റെ വിശ്വാസത്തെ പൗലോസ് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് നിജപുത്രനായ തിമോഥെയോസിനോട് പറയാണ്. മോനെ തിമോഥെയോസേ, ഞാൻ ചെയ്തതുപോലെ നീ എനിക്ക് അനുകാരിയായി ഇരിക്കുവീൻ. നിന്റെ വിശ്വാസം ആരും നിഷേധിക്കാതിരിക്കേണ്ടതിന്, നിന്നെ ആരും തുച്ഛീകരിക്കാതിരിക്കേണ്ടതിന് നിന്റെ വിശ്വാസം കർത്താവിൽ വെച്ചുകൊള്ളുക. അവിടെ നിന്ന് ശത്രുവിന് മോഷ്ടിക്കാൻ കഴിയുകയില്ല. ആ ശത്രു വന്ന് നിന്നെ ഏകനാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നിന്ദിക്കും, അപമാനിക്കും, രോഗിയാക്കും, വേദനയിലാക്കും, നഷ്ടങ്ങൾ കൊണ്ടുവരും. നീ തനിയേ ഉള്ളൂ എന്ന് നിന്നെ ബോധ്യപ്പെടുത്തും. ഒരു മോഷ്ടാവ് ഒരു ഭവനത്തിൽ കയറി മോഷ്ടിക്കുമ്പോൾ
ആ ഭവനത്തിലുള്ളവരെ പിടിച്ചു കെട്ടിയാൽ എന്ത് ചെയ്യുമെന്നറിയോ? അവർ വലിയ വായിൽ വിളിച്ചു പോകുന്ന ഉടനെ ആരും ഓടി വരുന്നില്ല എന്ന് ബോധ്യമാകുമ്പോൾ ആ ശത്രുവിൻ്റെ കരത്തിൽ അവർ അമർന്നു പോകും. അവർ പറയുന്നത് പോലെ അവർക്ക് അടിമപ്പെട്ടു പോകും. കാരണം ഇല്ലെങ്കിൽ ആ ശത്രു കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ശത്രു നമ്മുടെ ജീവിതത്തിലും ചെയ്യുന്നത്. നമ്മുടെ നിലവിളിക്ക് ആരും ഉത്തരം തരാതെ, കണ്ടും കാണാതെയും, നമുക്കുറ്റവരും ഉടയവരും നമ്മുടെ സ്നേഹിതരും മറ്റുള്ളവരെല്ലാം നമുക്ക് വരുന്നതായ കഷ്ടത കണ്ടുകൊണ്ട് നമ്മെ ഒരു വാക്ക് പോലും തന്ന് നമ്മെ സഹായിക്കാതെ അവർ നമ്മുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ തകർന്നു പോകും നമ്മുടെ മനസ്സ്. എന്നാൽ യോബിനെ പോലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ, യോബ് പറയുകയാണ്, കഷ്ടങ്ങളെ കണ്ടുകൊണ്ട്, നഷ്ടങ്ങളെ കണ്ടുകൊണ്ട്, ദൈവം എനിക്ക് തന്ന സമ്പത്താണ്, ഇതൊന്നും ഞാൻ സമ്പാദിച്ചിട്ടുള്ളതല്ല, എൻ്റെ സമ്പത്തുകളും എൻ്റെ കുഞ്ഞുങ്ങളും എനിക്കുള്ള ആടുമാടുകളെല്ലാം ദൈവം തന്നതാണ്. യഹോവ തന്നു, യഹോവ എടുത്തു, ഇനിയും തിരിച്ചു തരുവാൻ ദൈവത്താൽ കഴിയും. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നറിയാമോ? അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തിന് വിരോധമായി പാപം ചെയ്യുകയില്ല. എത്രയെല്ലാം പരീക്ഷകൾ വന്നിരുന്നാലും ശരി, നീ ബലവാനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് മുൻപിൽ പരീക്ഷകൾ വരുന്നത്. നീ ബലഹീനനാണെങ്കിൽ നിന്റെ മുൻപിൽ പരീക്ഷ വരികയില്ല, പരിശോധന വരികയില്ല, നിന്റെ മുൻപിൽ കഷ്ടത വരികയില്ല, നിന്റെ മുൻപിൽ വേദന വരികയില്ല. ശത്രുവിനറിയാം നീ ബലവാനാണ്. നിന്റെ ഭവനത്തിൽ അനേക സമ്പത്തുകളുണ്ട്. നിന്റെ ഭവനത്തിൽ വിശ്വാസത്തിന്റെ അനേക പടികൾ നീ കടന്നു വരുന്നവനാണ്. അത് ശത്രുവിനറിയാം. നിന്നിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുത്തി കളയുവാൻ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, അനേകരുടെ അവിശ്വാസം കണ്ടുകൊണ്ട് പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആർക്കാണ് ബന്ധനമുള്ളത്? ലോകത്തിൽ എല്ലാവർക്കും ബന്ധനമുണ്ട്. വിശ്വാസിക്കും അവിശ്വാസിക്കും ബന്ധനമുണ്ട്. ലോകമനുഷ്യർക്കും ആത്മീക മനുഷ്യർക്കും ബന്ധനമുണ്ട്. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്കും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്കും ബന്ധനമുണ്ട്. അവൻ്റെ ജീവിതത്തിലെ വിലയേറിയ അനുഭവങ്ങളെ തട്ടിയെടുക്കുവാൻ, അവൻ്റെ ജീവിതത്തിൽ വരുന്നതായ പരിശോധനകൾ, കഷ്ടതകൾ, അനേക ദുർഭാഗ്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ബന്ധനങ്ങളായി മാറുന്നു. എന്നാൽ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ജയത്തിൻ്റെ ഘോഷമുണ്ട്. പൗലോസിനെ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി. തിമോഥെയോസിനോട് അതാണ് പറയും, മോനെ തിമോഥെയോസേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. അവൻ നമ്മുടെ ഉപനിധി, അവസാനം വരെയും നമുക്ക് വേണ്ടി സൂക്ഷിപ്പാൻ ശക്തനാണ്. ആ ദിവസത്തിൽ നാം അവനെ എന്തേൽപ്പിച്ചുവോ ആ ഉപനിധി കേടുകൂടാതെ പലിശ സഹിതം നമുക്ക് തിരികെ തരും. ആ നാളിൽ ഒരു ദിവസം നിന്നെ പേർ വിളിച്ച് നിനക്ക് വേണ്ടി തരും. ദാനിയേലിനോട് പറഞ്ഞത് അതാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ, നീയോ ദാനിയേല് ഇപ്പോൾ പോയിക്കൊള്ളുക, അവസാന നാളെങ്കിൽ നിന്റെ പ്രതിഫലം, നിന്റെ അവകാശം പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക. നീ കർത്താവിന് വേണ്ടി സഹിച്ചതും ദൈവത്തിന്റെ നാമത്തിൽ നീ സഹിച്ചതായ സകല പാടുകളും, നിന്റെ വിശ്വാസത്തിന്റെ ധൈര്യം എല്ലാം ദൈവം അറിയുന്നുണ്ട്. അത് നിനക്ക് സമ്പത്തായി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഒരു ദിവസം നിന്റെ പേർ വിളിച്ച് അവൻ നിനക്ക് തരും. ഈ പ്രഭാതത്തിൽ ബന്ധനത്തെക്കുറിച്ച് നാം തെറ്റിദ്ധരിക്കാതെ, എന്താണ് ബന്ധനമെന്നറിയുക. ബന്ധനം എന്ന് പറയുന്നത് ചരട് കൊണ്ടും കയറുകൊണ്ടും തുടലുകൊണ്ടും കെട്ടുന്നതല്ല. ഭൗമികമായ അർത്ഥത്തിലല്ല ദൈവവചനത്തിലെ ബന്ധനം. നിന്റെ വിശ്വാസത്തിൽ ബലവാനായ നിന്നെ ബന്ധനസ്ഥനാക്കിക്കൊണ്ട് നിന്റെ വിശ്വാസത്തിൽ നിന്നെ തകർത്ത് കളയുവാൻ ശത്രു കൊണ്ടുവരുന്നതായ പരീക്ഷകൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അനേക ബന്ധനങ്ങൾ കൊണ്ടുവരും, അനേക വേർപാടുകൾ കൊണ്ടുവരും, അനേക തെറ്റിദ്ധാരണകൾ കൊണ്ടുവരും. ഓർത്തുകൊള്ളുക, നിന്റെ ഉപനിധി കർത്താവിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ദിവസം, ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്റെ നാവിൽ നിന്ന് ഉരുത്തിരിയേണ്ടതായ വാക്ക് യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ശത്രു ലജ്ജിക്കുവാൻ ഇടയായിത്തീരും. നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തനായി കാണപ്പെടുമ്പോൾ ഒരു ദിവസം ദൈവം നിന്നെ വിശ്വസ്തനെ എന്ന് വിളിച്ച് നിന്റെ പ്രതിഫലം നിനക്ക് തരുന്നതിനിടയായിത്തീരും. God bless you.